പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഹമ്മദാബാദിലേക്ക് എത്തും. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ചെയർമാനുമായി സംസാരിച്ചു. കാര്യങ്ങളുടെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി എന്നുള്ള വിവരം വരുന്നുണ്ട്. അനൂപ് ദാസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അനൂപ്, എപ്പോഴായിരിക്കും നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം? മറ്റൊന്ന്, ഈ ടാറ്റ ഗ്രൂപ്പുമായി സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങളിലാണ് സംസാരിച്ചതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമാകുന്നുണ്ടോ? പ്രധാനമന്ത്രി എപ്പോഴാണ് അഹമ്മദാബാദിൽ എത്തുക എന്നത് സംബന്ധിച്ച സമയക്രമം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്തായാലും നാളെ അഹമ്മദാബാദിലേക്ക് പോകുമെന്ന അനൗദ്യോഗിക വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്. 2-3 കാര്യങ്ങളുണ്ട് അതിന്. ഒന്നാമത്തേത്, രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരാൾ മാത്രം രക്ഷപ്പെട്ട മഹാദുരന്തം. രണ്ടാമത്തേത്, പ്രധാനമന്ത്രിയുടെ നാടാണ് ഗുജറാത്ത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്ന സ്ഥലമാണ്. മാത്രവുമല്ല, അദ്ദേഹത്തോട് വലിയ അടുപ്പമുള്ള വിജയ് രൂപാണി ഈ മഹാദുരന്തത്തിൽ മരണപ്പെട്ടു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാം പരിഗണിച്ച് പ്രധാനമന്ത്രി നാളെ തന്നെ ഗുജറാത്തിലേക്ക് പോകും. അഹമ്മദാബാദിലെ ഈ അപകട സ്ഥലം സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാമത്തേത്, പ്രധാനമന്ത്രി അല്പം മുമ്പ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാനുമായി സംസാരിച്ചു. എൻ ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയോട് എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ എന്തൊക്കെയാണ് ടാറ്റ ഗ്രൂപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടി എന്ന് വിശദീകരിക്കുകയാണ് ഉണ്ടായത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് എയർ ഇന്ത്യ ഉള്ളത്. ഇന്ത്യൻ സർക്കാർ ടാറ്റയ്ക്ക് വിൽക്കുകയായിരുന്നു എയർ ഇന്ത്യയെ. അതിനുശേഷം ഇങ്ങോട്ട് എയർ ഇന്ത്യയെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ ടാറ്റ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് പ്രധാനമന്ത്രി ആരാഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് മാത്രവുമല്ല, ടാറ്റ ഗ്രൂപ്പ് സ്വീകരിച്ച നടപടി, ഒന്നാമത്തേത് മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് 1 കോടി രൂപ വീതം നൽകുന്നത്. രണ്ടാമത്തേത്, ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണമായ ചിലവ് ടാറ്റ ഗ്രൂപ്പ് വഹിക്കും എന്ന വാഗ്ദാനം. മൂന്നാമത്തേത്, ഈ തകർന്ന കെട്ടിടം, മെഡിക്കൽ കോളേജിലെ തകർന്ന കെട്ടിടം വീണ്ടും പണിത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യവും പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചു. എന്തായാലും നാളെ പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ എത്തുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ കൂടി സംഭവ സ്ഥലത്തുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.